ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് വളരെ ഈസിയായി ചെയ്യാൻ പറ്റിയ ഒരു വെജ് പിസ്സ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ചെയ്യാൻ ഓവനോ ഈസ്റ്റോ ചീസോ ഒന്നും വേണ്ട. ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ മൈദയുടെ നടുക്കൊന്ന് നമുക്കിങ്ങനെ ചെറുതായി കുഴി പോലെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. നമുക്കിനി വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും ബട്ടറും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കട്ട കെട്ടാതെ കുറേശ്ശെ പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി പിസ്സ സോസ് റെഡിയാക്കുന്നതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പകുതി സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് ഓർഗാനോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസ് ഏകദേശം കുറുകി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കുഴച്ച് വെച്ച മൈദ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതെടുത്ത് ഒന്നുകൂടെ നന്നായി കുഴച്ച് കൊടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിസ്സ സെറ്റ് ചെയ്യാൻ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മൈദ ഇതിലേക്ക് വെച്ച് കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പാത്രം മുഴുവൻ നല്ലതായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മാറ്റിവെച്ച പിസ്സ സോസ് നമുക്കിതിൻ്റെ മുകളിലായി ഒഴിച്ച് ഫുള്ളും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസിന് പകരം നമ്മളിവിടെ വൈറ്റ് സോസാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മാറ്റിവെച്ച വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലായി ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ വെക്കാം. തക്കാളി ചെറുതായി മുറിച്ചത് നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
സവാള മുറിച്ചത് നമുക്കിതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ബാക്കി വന്ന വൈറ്റ് സോസ് നമുക്കിതിൻ്റെ മുകളിലായി കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓർഗാനോ കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അതിനെ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് അതിലൊരു റിങ് വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മളുടെ പിസ്സ വെച്ച് കൊടുക്കാം. മുകളിലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാനായി വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്